Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ ഫോട്ടോഷോപ്പിന്റെ ജനറേറ്റീവ് വർക്ക്സ്പേസ് എന്ന ഫീച്ചറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അഡോബ് ബീറ്റ വെർഷനിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഫീച്ചറാണിത്. ഡിഫറെന്റ് കൺസെപ്റ്റുകളെ സൈഡ് ബൈ സൈഡായി ജനറേറ്റ് ചെയ്ത് വിഷ്വലൈസ് ചെയ്യുവാൻ ഈ ജനറേറ്റീവ് വർക്ക്സ്പേസിലൂടെ സാധിക്കുന്നതാണ്. ബ്രാൻഡിംഗ് പ്രൊജക്റ്റുകൾ, ഡിജിറ്റൽ ആർട്ട്, പ്രൊഡക്റ്റ് ഡിസൈൻ തുടങ്ങിയ ഏത് മേഖലകളിലെ ക്രിയേറ്റീവ് പ്രോസസ്സുകളെയും ഫാസ്റ്റ് ആക്കുന്നതിനായി ജനറേറ്റീവ് വർക്ക്സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ജനറേറ്റീവ് വർക്ക്സ്പേസ് എങ്ങനെ യൂസ് ചെയ്യാം, ഡിഫറെന്റ് കൺസെപ്റ്റുകൾ സൈഡ് ബൈ സൈഡായി ഒരേ സമയം എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്നെല്ലാം ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ഫോട്ടോഷോപ്പ് ബീറ്റ 26.1 വെർഷനാണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ജനറേറ്റീവ് വർക്ക്സ്പേസ് എന്ന ന്യൂ ഫീച്ചർ ആക്സസ് ചെയ്യുന്നതിനായി വെൽക്കം സ്ക്രീനിൽ കാണുന്ന ജനറേറ്റീവ് വർക്ക്സ്പേസ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഫോട്ടോഷോപ്പിന്റെ എഡിറ്റ് മെനുവിൽ നിന്നും ജനറേറ്റീവ് വർക്ക്സ്പേസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തോ, കൂടാതെ ഓൾട്ട് ഷിഫ്റ്റ് കൺട്രോൾ ജി എന്ന ഈ ഒരു ഷോർട്ട് കീ യൂസ് ചെയ്തുകൊണ്ടോ ജനറേറ്റീവ് വർക്ക്സ്പേസ് ആക്സസ് ചെയ്യാവുന്നതാണ്. ജനറേറ്റീവ് വർക്ക്സ്പേസ് ഓപ്പൺ ചെയ്തപ്പോൾ ഈ ഒരു വിൻഡോയിൽ ഓൾ ഇമേജസ്, ഇൻസ്പിറേഷൻ തുടങ്ങിയ രണ്ട് ഓപ്ഷനുകൾ നമുക്കിതിൽ കാണാവുന്നതാണ്. ഇൻസ്പിറേഷൻ എന്ന ഈ ഒരു ബട്ടണിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ജനറേറ്റീവ് വർക്ക്സ്പേസ് യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരുപാട് ഇൻസ്പിറേഷണൽ ഇമേജസ് നമുക്കിതിൽ കാണുവാൻ സാധിക്കുന്നതാണ്. ഈ ഇമേജസ് ജനറേറ്റ് ചെയ്യുന്നതിനായി യൂസ് ചെയ്ത ടെക്സ്റ്റുകളും നമുക്കിതിൽ കാണാവുന്നതാണ്. കൂടാതെ യൂസ് സെറ്റിംഗ്സ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ സെയിം സെറ്റിംഗ്സിൽ നമുക്ക് ആവശ്യമുള്ള ഇമേജസിനെ ജനറേറ്റ് ചെയ്യാവുന്നതുമാണ്. പ്രൊഡക്റ്റ് ഡിസൈൻ, ഡിജിറ്റൽ ആർട്ട്, ബ്രാൻഡിംഗ് തുടങ്ങിയ ഒരുപാട് മേഖലകളിൽ യൂസ് ചെയ്യാവുന്ന ഇമേജസ് നമുക്കിതിൽ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യമായി ഓൾ ഇമേജസ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡിസ്ക്രൈബ് ദ ഇമേജ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്ത് ഒരു ഇമേജിനെ ജനറേറ്റ് ചെയ്യാം. നമ്മൾ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം താഴെ കാണുന്ന ആസ്പെക്ട് റേഷ്യോ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ്, സ്ക്വയർ, വൈഡ് സ്ക്രീൻ തുടങ്ങിയ ഓപ്ഷനുകളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ഇമേജസിനെ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ റെഫറൻസ് എന്ന ഈ ഒരു ഓപ്ഷനും കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഒരു റെഫറൻസ് യൂസ് ചെയ്തുകൊണ്ടും ഇമേജസിനെ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി എഫക്ട്സ് എന്ന ഈ ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കണ്ടന്റ് ടൈപ്പ്, എഫക്ട്സ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് കാണാവുന്നതാണ്. നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ട ഇമേജസിനെ അനുസരിച്ച് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൽ ഫോട്ടോ എന്ന ഒരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നത്. തീംസ് എന്ന സെക്ഷനിൽ 3D, ആനിം, കാർട്ടൂൺ, സിനിമാറ്റിക് തുടങ്ങിയ ധാരാളം ഓപ്ഷനുകൾ കാണാവുന്നതാണ്. ഇവിടെ സിനിമാറ്റിക് എന്ന ഈ ഒരു ഓപ്ഷനാണ് ഞാൻ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നത്. അടുത്തതായി മറ്റ് ജനറേറ്റീവ് ടൂളുകളിൽ നിന്നും ജനറേറ്റീവ് വർക്ക്സ്പേസിനെ വ്യത്യസ്തമാക്കുന്ന ആഡ് വേരിയബിൾ എന്ന ഈ ഒരു ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ യൂസ് ചെയ്ത് കൺസെപ്റ്റുകളുടെ ഡിഫറെന്റ് കളർ, സ്റ്റൈൽ തുടങ്ങിയ നിരവധി ഓപ്ഷനുകൾ ഒരേ സമയം ജനറേറ്റ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് വിൻറ്റേജ് സ്റ്റൈൽ എന്നാണ്. നമുക്കിതിൽ വിൻറ്റേജ്, മോഡേൺ തുടങ്ങിയ ഡിഫറെന്റ് സ്റ്റൈലുകൾ ഒരേ സമയം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വിൻറ്റേജ് എന്ന് ടൈപ്പ് ചെയ്ത ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ആഡ് വേരിയബിൾ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്തപ്പോൾ ഇതുപോലെ രണ്ട് ബ്രാക്കറ്റ്സിനുള്ളിലേക്ക് ആ ഒരു ടെക്സ്റ്റ് ആഡ് ആയിരിക്കുകയാണ്. ഇനി ഓരോ ഇമേജ് ജനറേറ്റ് ചെയ്യുമ്പോഴും നമ്മളിവിടെ കോമ യൂസ് ചെയ്തുകൊണ്ട് ടൈപ്പ് ചെയ്യുന്ന ഓരോ വേരിയബിളിനും 4 ഓപ്ഷൻസ് ഇതിൽ ജനറേറ്റ് ആയി ലഭിക്കുന്നതാണ്. ഞാനിവിടെ വിൻറ്റേജ്, കോമ, മോഡേൺ എന്നിങ്ങനെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ആഡ് വേരിയബിളിൽ 2 ഓപ്ഷൻസ് ആഡ് ചെയ്തപ്പോൾ ജനറേറ്റ് എന്ന ഈ ഒരു ബട്ടണിൽ 8 എന്ന് നമുക്കിവിടെ കാണാവുന്നതാണ്. അടുത്തതായി ഇവിടെ വാം ലൈറ്റിംഗ് എന്നാണ് ഞാൻ ഇതിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാം എന്ന ഈ ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് വേരിയബിൾ ആഡ് ചെയ്യുകയാണ്. ഇനി വാം, കോമ, കൂൾ എന്നിങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ജനറേറ്റിൽ 16 ഇമേജസ് ആണ് ഇതിലൂടെ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ജനറേറ്റിൽ 16 എന്ന് ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു ഫാസ്റ്റ് മോഡ് എന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആയതുകൊണ്ട് വളരെ ക്വിക്കായി നമുക്ക് ഇമേജസിനെ ജനറേറ്റ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. ഇനി ജനറേറ്റ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഇമേജസിനെ ജനറേറ്റ് ചെയ്യാം.
വളരെ ക്വിക്കായി സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിനനുസരിച്ച് ഇമേജസ് ഇവിടെ ജനറേറ്റ് ആയി ലഭിച്ചിരിക്കുകയാണ്. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഈ ഇമേജ് ജനറേറ്റ് ചെയ്യാനായി യൂസ് ചെയ്ത ടെക്സ്റ്റുകൾ ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ റൈറ്റ് സൈഡിൽ ടൈം ലൈൻ വ്യൂ, ഡീറ്റെയിൽ വ്യൂ എന്നിങ്ങനെ 2 വ്യൂസ് കാണാവുന്നതാണ്. ഈ ഒരു ടൈം ലൈൻ വ്യൂവിൽ നമ്മൾ ജനറേറ്റ് ചെയ്ത എല്ലാ ഇമേജസിനെയും ഇതുപോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇനി ഡീറ്റെയിൽ വ്യൂ എന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ വാരിയബിളിനെ സെലക്ട് ചെയ്ത് ഇതുപോലെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ നിന്നും നമ്മളൊരു ഇമേജ് സെലക്ട് ചെയ്ത് അതിനുശേഷം ഫാസ്റ്റ് മോഡ് ഡീആക്ടിവേറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും ഇതിൻ്റെ ഓപ്ഷൻസിനെ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഫാസ്റ്റ് മോഡ് ഡീആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം യൂസ് ഓൾ സെറ്റിംഗ്സ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ ഈ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതിനായി നമ്മൾ യൂസ് ചെയ്ത ടെക്സ്റ്റ് ഉൾപ്പെടെ എല്ലാ സെറ്റിംഗ്സും നമുക്കിവിടെ കാണാവുന്നതാണ്. ഇനി ജനറേറ്റ് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്ത ഈ ഒരു ഇമേജിൻ്റെ ബെറ്റർ ഓപ്ഷൻ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഫാസ്റ്റ് മോഡ് ഡീആക്ടിവേറ്റ് ചെയ്തതിലൂടെ കുറച്ചുകൂടെ ബെറ്റർ ആയ ഇമേജസ് നമുക്കിതിൽ ജനറേറ്റ് ആയി ലഭിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ജനറേറ്റ് ചെയ്ത ഇമേജസിനെ ഡൗൺലോഡ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഓപ്പൺ എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഫോട്ടോഷോപ്പിലേക്ക് കൂടുതൽ എഡിറ്റിങ്ങിനായി ഓപ്പൺ ചെയ്യാവുന്നതുമാണ്. നമ്മൾ ജനറേറ്റ് ചെയ്ത ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി ലെയേഴ്സായി ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എഡിറ്റിൽ നിന്നും ജനറേറ്റീവ് വർക്ക് സ്പേസ് എന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുകയോ ഓൾട്ട് ഷിഫ്റ്റ് കൺട്രോൾ G പ്രസ് ചെയ്തുകൊണ്ട് ജനറേറ്റീവ് വർക്ക് സ്പേസ് ഓപ്പൺ ചെയ്യാവുന്നതുമാണ്. ഇനി ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഇമേജസിനെ സെലക്ട് ചെയ്ത് ആഡ് ടു എന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ ആഡ് ഇമേജസ് എന്ന ഈ ഒരു വിൻഡോ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇതിൽ ടു ന്യൂ ഡോക്യുമെൻ്റ് എന്ന ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഫോട്ടോഷോപ്പിൽ ഒരു പുതിയ പേജിലേക്ക് ഈ ഒരു ഇമേജ് ആഡ് ആയി ലഭിക്കുന്നതാണ്. ഇനി റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫോട്ടോഷോപ്പിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള പേജുകളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള പേജ് സെലക്ട് ചെയ്ത് ആ പേജിലേക്ക് ലെയറായി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജിനെ ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഫോട്ടോഷോപ്പിൽ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പേജാണ് അൺടൈറ്റിൽഡ് 1 എന്ന് ഇവിടെ കാണുന്നത്. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ആസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ സെപ്പറേറ്റ് ലെയേഴ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ആഡ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ലെയറായി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഓപ്ഷൻ ഇതിൽ കാണാവുന്നതാണ്. ഇതുപോലെ ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഡിഫറെൻറ്റ് കൺസെപ്റ്റുകളെ ഒരേ സമയം ക്വിക്കായി ജനറേറ്റ് ചെയ്യാൻ ജനറേറ്റീവ് വർക്ക് സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.